വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി അമ്മ പ്രേമകുമാരി കൂടിക്കാഴ്ച നടത്തി. സനയിലെ ജയിലിൽ പ്രത്യേക മുറിയിൽ വെച്ചായിരുന്നു 11 വർഷങ്ങൾക്കു ശേഷമുള്ള നിമിഷപ്രിയയുടെയും അമ്മയുടെയും കൂടിക്കാഴ്ച. ബിനിൽ ചേർന്നു വിവരങ്ങളുമായിട്ട്. ബിനിൽ, 11 വർഷങ്ങൾക്കു ശേഷമാണ് അമ്മയും മകളും പരസ്പരം കാണുന്നത്. അതിവൈകാരികമായിട്ടുണ്ടാവണം ആ രംഗം. അപ്പോൾ അമ്മയും മകളും പരസ്പരം കണ്ടു. ഇനിയിപ്പോൾ ഈ കൊല്ലപ്പെട്ട യമനി പൗരന്റെ ഗോത്ര വിഭാഗവുമായിട്ടുള്ള അമ്മയുടെ കൂടിക്കാഴ്ച, അത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ആയോ? സൂചിപ്പിച്ച പോലെ അതിവൈകാരികമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഉണ്ടായത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയും യമനിൽ ജോലി ചെയ്യുന്ന സാമുവൽ ജെറോം ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് അതിവൈകാരികമായ ഒരു കൂടിക്കാഴ്ച എന്നതാണ്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് യമൻ സമയം ഉച്ചയോടുകൂടിയാണ് സനയിലെ ജയിലിലെത്തി പ്രേമകുമാരി നിമിഷപ്രിയയെ കണ്ടത്. മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം ജയിലധികൃതർ നൽകിയിരുന്നു. ഉച്ചയ്ക്ക് നിമിഷപ്രിയയ്ക്കൊപ്പമാണ് അമ്മ പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത്. അതിനുള്ളൊരു അവസരവും അവർ നൽകിയിരുന്നു. ജയിലിലെ ഒരു പ്രത്യേക മുറിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സാമുവൽ ജെറോം വിശദീകരിക്കുന്നത്. വൈകിട്ട് വരെ അവർക്ക് ആ ജയിലിൽ തന്നെ മകൾക്കൊപ്പം സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി നൽകിയിരുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ സനയിൽ തന്നെയാണ് പ്രേമകുമാരി ഉള്ളത്. സനയിലെ ഗോത്ര തലവന്മാരുമായിട്ടുള്ള ഒരു ചർച്ചകൾക്കുള്ള ഒരു സാധ്യതകളൊക്കെ തേടുന്നുണ്ട്. അതായത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഈ മാപ്പ് നൽകിയാൽ മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുകയുള്ളൂ. ആ കുടുംബത്തെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു ദയ അവരുടെ ഭാഗത്ത് നിന്ന് തേടുക എന്നത് തന്നെയാണ് പ്രേമകുമാരി ഉദ്ദേശിക്കുന്നത്. ആ കുടുംബത്തെ ബന്ധപ്പെടുന്നതിനൊപ്പം തന്നെ യമനിലെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടുത്തെ ഗോത്ര തലവന്മാർക്ക് വലിയ പങ്കൊക്കെ ആ സമൂഹത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ 11 വർഷത്തിനു ശേഷം നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രിയയെ കണ്ടു.